ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? ഞങ്ങളുടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഞങ്ങളൊരു സ്ഥലം വരെ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഒരു ആവശ്യമായിട്ട് പുറത്ത് പോകേണ്ടതായിട്ടുണ്ട്. രാവിലെ ആമയെ സ്കൂളിലൊക്കെ വിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഒരു 10 മണിയൊക്കെ ആയപ്പോഴത്തേക്കാണ് ഞങ്ങൾ പോകാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതൊരു പേഴ്സണലായിട്ടുള്ളൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് പോകുന്നതാണ്, അതുകൊണ്ടാണ് എവിടെയാണെന്ന് പറയാത്തത്. അപ്പോൾ ഞാനിങ്ങനെ പുറത്തൊക്കെ പോകുമ്പോഴത്തേക്കും ചെയ്യുന്ന ഒരു ചെറിയൊരു മേക്കപ്പാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഞാനെപ്പോഴും ഈ ഒരു രീതിയിലുള്ള ഹെയർ സ്റ്റൈൽ തന്നെയാണ് മിക്കവാറും ചെയ്യുന്നത് കേട്ടോ. ഇതുപോലെ ഒരു പഫ് ഫ്രണ്ടിലൊന്ന് എടുത്തതിന് ശേഷം എല്ലാം കൂടി ഒന്ന് പോണിറ്റെയിൽ പോലെ ഒന്നൊരു ക്ലിപ്പിട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. ഇതാകുമ്പോഴത്തേക്ക് നമുക്ക് മുടി കുറച്ച് വോളിയം ഉള്ളതായിട്ട് തോന്നുകയും ചെയ്യും. പിന്നെ ഇപ്പോൾ എൻ്റെ മുടി കൊഴിച്ചിലൊക്കെ സ്റ്റോപ്പായിട്ടുണ്ട്. അപ്പോൾ ഞാനത് പറയാനായിട്ട് വിട്ടുപോയായിരുന്നല്ലോ. ഞാനിപ്പോൾ ഈ വൈറ്റമിൻ ഡിയുടെ ടാബ്ലറ്റും പിന്നെ ഹെയർ ഫാൾ കുറയ്ക്കാനുള്ള ടാബ്ലറ്റൊക്കെ ഡോക്ടർ തന്നത് കഴിച്ചതിന് ശേഷം നല്ല ചേഞ്ചസ് ഉണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ആ ഒരു ഹോം മെയ്ഡ് ഹെയർ ഓയിലില്ലേ, അതും നല്ല അടിപൊളിയാണ്. അതും ഇങ്ങനെ ഞാൻ ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിൽ നന്നായിട്ടൊന്ന് മസാജ് ചെയ്തിട്ടാണ് കുളിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് യൂസ് ചെയ്യുന്ന രീതിയൊക്കെ ഞാനിതിന് മുന്നത്തെ ഒരു വ്ളോഗിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എണ്ണ ഇങ്ങനെ വീട്ടിൽ തയ്യാറാക്കാനായിട്ട് അറിയത്തില്ലെങ്കിൽ നമ്മുടെ ഒരു വ്ളോഗ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതിയേ. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നുന്നുണ്ട്, മുടിയൊക്കെ സാധാരണ രീതിയിൽ വളരാനായിട്ട് തുടങ്ങിയപ്പോഴത്തേക്കും. പിന്നെ പുറത്ത് പോകുന്ന സമയത്ത് ഞാനൊരു മോയ്സ്ചറൈസർ മാത്രമാണ് ഇടുന്നത്. ഇന്നിപ്പോൾ ഞാൻ വൈറ്റ് ടോണിൻ്റെ ക്രീമാണ് കേട്ടോ ഇടുന്നത്. അപ്പോൾ ഒന്നുകിൽ ഫെയർ ആൻഡ് ലവ്ലി അല്ലെങ്കിൽ വൈറ്റ് ടോൺ. എൻ്റെ മുഖത്താണെങ്കിൽ ഒരുപാട് ക്രീമുകളും കാര്യങ്ങളൊന്നും ഇടാൻ പറ്റില്ല കേട്ടോ. ഭയങ്കര സെൻസിറ്റീവായിട്ടുള്ളൊരു സ്കിന്നാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ വൈറ്റ് ടോണിൻ്റെ ആ ഒരു ക്രീം മാത്രമാണ് കേട്ടോ ഇടുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒന്ന് ലിപ്സ്റ്റിക്ക് വെച്ച് കൊടുക്കും. പിന്നെ ചെറിയൊരു പൊട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ സിന്ദൂറും കൂടി വെച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ എൻ്റെ മേക്കപ്പ്. വേറെ മേക്കപ്പ് പ്രോഡക്റ്റ്സുള്ള കാര്യങ്ങളൊന്നും എനിക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റാറില്ല. ഫേസ് പെട്ടെന്ന് തന്നെ ഇല്ലാണ്ടായി പോവും, പിമ്പിൾസൊക്കെ വന്നിട്ട് അങ്ങനെയൊക്കെ. ഇപ്പം തന്നെ കഴിഞ്ഞ വർഷമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ മുഖത്ത് ഒരുപാട് പിമ്പിൾസ് ഉണ്ടായിരുന്നു എന്ന്. അതൊക്കെ ഞാൻ ഈ പ്രോഡക്റ്റ്സുകളൊക്കെ സ്റ്റോപ്പ് ചെയ്തപ്പോഴത്തേക്കാണ് പോയത് കേട്ടോ. അപ്പോൾ ഒരുപാട് മാറ്റമുണ്ട്. ഇപ്പോൾ ചെറുതായിട്ട് അവിടെ ഇവിടെയായിട്ട് ചെറിയ പുള്ളിയൊക്കെ ഉണ്ടെങ്കിലും അവർ വൃത്തികേട് അങ്ങോട്ട് മാറിക്കിട്ടി. പിന്നെ ഈ വൈറ്റ് കളർ വാച്ച് കെട്ടിയിട്ടുണ്ട്. പിന്നെ ഈ ബ്ലാക്ക് ചപ്പലാണ് കേട്ടോ ഇടുന്നത്. പിന്നെ ഈ ഒരു ടോപ്പ് ഞാൻ ഗൗൺ മോഡലുള്ള ഈ ടോപ്പ് ഒരു 2 വർഷം മുന്നേ, 3 വർഷം മുന്നേ ഞങ്ങൾ പോണ്ടിച്ചേരി പോകുന്ന സമയത്ത് ഇതുപോലെ എടുത്തിട്ടുള്ളതാണ്. പിന്നെ പുറത്ത് പോകുമ്പോഴത്തേക്കും ഞാൻ മാസ്ക് വെച്ചിട്ടാണ് പോകുന്നത്. പിന്നെ ഒരു കണ്ണാടി ഇരിപ്പുണ്ടായിരുന്നു, നമ്മൾ കൊടൈക്കനാൽ പോയ സമയത്ത് മേടിച്ചിട്ടുള്ളത്. ഇപ്പോൾ വെയിലായതുകൊണ്ട് അതും കൂടി വെച്ചിട്ട് പോകും. നമ്മൾ പോയ സ്ഥലത്ത് AC ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ആ ഒരു ഡെനിമിൻ്റെ കോട്ടൺ കൂടി ഇട്ടേക്കുന്നത് കേട്ടോ. ആ കോട്ട് മേടിച്ചതും മീഷോയിൽ നിന്ന് തന്നെയാണ്. ഇതൊക്കെ മുന്നേ ഒരു 4 വർഷത്തിനൊക്കെ മുന്നേ മേടിച്ചിട്ടുള്ള ഡ്രസ്സുകളാണ് കേട്ടോ. ഞാനങ്ങനെ എപ്പോഴും ഇടാറില്ല. പിന്നെ പോയിട്ട് തിരിച്ച് വന്നപ്പോഴത്തേക്ക് നല്ല വെയിലായിരുന്നു കേട്ടോ. പോയിട്ട് തിരിച്ച് വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ മാർക്കറ്റിലൊന്ന് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പം നേരത്തെ തന്നെ മാർക്കറ്റിലെ അക്കയോട് ഞങ്ങൾ ഓർഡർ കൊടുത്തിട്ടാണ് പോയത്. ഒരു 2-3 ദിവസം മുന്നേ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലെ ലീക്സും സെലറിയും ബേസിൽ ലീവ്സൊക്കെ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അത് ഇന്ന് വരുമെന്ന് പറഞ്ഞായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ അതും കൂടിയൊക്കെ മേടിച്ചുകൊണ്ട് വന്നപ്പോഴത്തേക്കും പിന്നെ ഈ മല്ലിയില പോലെ ഇരിക്കുന്ന ഈ സംഭവം കണ്ടോ, ഇതിൻ്റെ പേര് സെലറി എന്നാണ് കേട്ടോ. സെലറി എന്ന് പറയുന്നത് ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് കേട്ടോ മേടിക്കുന്നത്. സാധാരണ ഇത് സാലഡിലൊക്കെ, വെജിറ്റബിൾ സാലഡിലൊക്കെ ഇട്ട് കഴിക്കും. പിന്നെ ഇത് ജ്യൂസ് അടിക്കാനായിട്ട് കൊള്ളാം, പിന്നെ തോരൻ വയ്ക്കാനായിട്ട് കൊള്ളാം. അപ്പോൾ ഇതിൻ്റെ റെസിപ്പീസൊക്കെ ഞാൻ വരുന്ന വീഡിയോയിൽ ഷെയർ ചെയ്യാമേ. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് നമ്മൾ സെലറി മേടിക്കുന്നത്. പിന്നെ ഞാൻ ഈവനിങ് ആണ് കേട്ടോ വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഹസ്ബൻഡിന് ഓഫീസിൽ പോകണം. അപ്പോൾ അതുകൊണ്ട് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ വേണ്ടി ഞാൻ ഈ ഒരു ലീക്സാണ് ഇന്ന് വയ്ക്കുന്നത്. ലീക്സിനെ കുറിച്ചൊക്കെ ഞാൻ ഇതിന് മുന്നത്തെ ഒരു വ്ളോഗിൽ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ അതൊന്നും കണ്ടിട്ടില്ല, വ്ളോഗുകളൊന്നും കണ്ടിട്ടില്ല, ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. മുട്ടയും കൂടെ ഇട്ടിട്ടുള്ളൊരു റെസിപ്പിയാണ് വെക്കുന്നത്. ഈസിയാണ് കേട്ടോ, പെട്ടെന്ന് വേവുന്ന ഒരു വെജിറ്റബിളും കൂടിയാണ്. പിന്നെ ഞാൻ എപ്പോഴും ഇതുപോലെ ഹസ്ബൻഡിന് ഓഫീസുള്ള ദിവസങ്ങളിൽ ഞങ്ങൾക്കും കൂടി ചേർത്ത് ചപ്പാത്തി ഉണ്ടാക്കി വെച്ചേക്കും. പിന്നെ നൈറ്റ് എനിക്ക് പിന്നെ കിച്ചണിലൊന്നും കയറാനേ തോന്നത്തില്ല കേട്ടോ. ഹസ്ബൻഡ് ഓഫീസിൽ പോകാത്ത ദിവസങ്ങളിലാണെങ്കിൽ കുറച്ച് ലേറ്റായിട്ടായിരിക്കുള്ളൂ ഇങ്ങനെ ഡിന്നറൊക്കെ ഉണ്ടാക്കുന്നത്. ഇതിനിടയിൽ തന്നെ ആമി സ്കൂൾ വിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞിട്ട് ആമിയെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുളിക്കാനൊക്കെ അവൾ ഫ്രഷപ്പായി വരുന്നതിനിടയിൽ ഞാൻ
ചപ്പാത്തിയും കറിയൊക്കെ റെഡിയാക്കാമെന്ന് കരുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വൈകുന്നേരം സമയത്ത് നല്ല തിരക്കായിരിക്കും. ഇതുപോലെ ഓഫീസിൽ പോകുന്നത് കൊണ്ട് നമ്മൾ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണമല്ലോ. അല്ലാത്ത ദിവസങ്ങളിലാണെങ്കിൽ, ഓഫീസില്ലാത്ത ദിവസങ്ങളിലാണെങ്കിൽ ഞാൻ കുറച്ച് ലേറ്റായിട്ട് 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്കാണ് ഞാൻ കിച്ചണിലേക്ക് കയറുള്ളൂ. പിന്നെ ഒരു ഗുണമുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ നമുക്ക് പണികളാവും കേട്ടോ. പിന്നെ നമ്മൾ കിച്ചണിലേക്ക് കയറേണ്ട ഒരു ആവശ്യം വരത്തില്ല. പിന്നെ കിച്ചൺ ക്ലീൻ ചെയ്യുന്നതാണെങ്കിലൊക്കെ ഞാൻ കൈയോടെ തന്നെ ഈ ഒരു ടൈമിൽ തന്നെ അങ്ങ് ചെയ്ത് വെച്ചേക്കും. പിന്നെ എനിക്കിനി ആമിയെ പഠിപ്പിക്കാനും പിന്നെ വിളക്ക് വയ്ക്കാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണുള്ളത്. ഡ്രസ്സിൻ്റെ മേലെ പോകുന്നതും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളു കേട്ടോ. വേറെ പരിപാടികളൊന്നും കാണത്തില്ല. എനിക്കാണെങ്കിൽ ഈ വെയിലായ കാരണം കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. നിങ്ങളുടെ അങ്ങോട്ടൊക്കെ എങ്ങനെയാണ്? ഇപ്പോൾ നാട്ടിലുള്ളവരാണെങ്കിൽ അവിടെ മഴയാണോ വെയിലാണോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ചെന്നൈയിലുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അങ്ങോട്ടൊക്കെ വെയിലുണ്ടോ ചൂടുണ്ടോ എന്നൊക്കെ ഒന്ന് പറഞ്ഞേക്കൂ. അപ്പോൾ ഇവിടെ നല്ല വെയിലായിട്ടുണ്ട്. വെയിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും വെള്ളം ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കാനായിട്ട് തോന്നും കേട്ടോ. ശരിക്കും പറ്റുണ്ടെങ്കിൽ ദാഹം മാത്രമാണ് ഉള്ളത്. എനിക്കങ്ങനെ വിശപ്പൊന്നും തോന്നുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കാനും ജ്യൂസ് ഐറ്റംസൊക്കെ കഴിക്കാനൊക്കെയാണ് തോന്നുന്നത്. പ്രത്യേകിച്ച് ഈ കിച്ചണിൽ നിന്നിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും പറയുകയും വേണ്ട. പിന്നെ ഇതിനിടയിൽ തന്നെ ഹസ്ബൻഡ് എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നേ, ചപ്പാത്തി ഉണ്ടാക്കി തരാനായിട്ട്. ഞാനത് പരത്തി കൊടുത്തപ്പോൾ പുള്ളി അത് ചുട്ടെടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഞാൻ ലീക്സിൻ്റെ ഇത് കിച്ചണിൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അത് വേവുന്നതിനിടയിലാണ് പോയിട്ട് കൈയോടെ തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ കൗണ്ടർ ടോപ്പ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടു. പിന്നെ പാത്രങ്ങൾ കഴുകാനായിട്ട് കിടപ്പുണ്ട്, അത് പിന്നീട് കഴുകാം. ഇതിനിടയിൽ പെപ്പർ പൗഡർ തീർന്നു പോയിട്ടുണ്ട്. ലീക്സിൽ ഇടാനായിട്ട് എടുത്തപ്പോഴത്തേക്കാണ് കാണുന്നില്ല. അങ്ങനെ പിന്നെ അമ്മ നാട്ടിൽ നിന്ന് എനിക്ക് തന്നതാണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴത്തേക്കും ഞങ്ങൾ പോയപ്പോഴത്തേക്കും കൊണ്ടുവന്നതാണ്. അപ്പോൾ അത് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൊടിച്ച് വെക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ ഈ പുതിയ ബ്ലെൻഡർ ഉണ്ടല്ലോ, ഇതിലിട്ടിട്ടാണ് ഞാൻ പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വ്ളോഗിൽ ഞാനിത് മേടിച്ച കാര്യമൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും കണ്ടു കാണുമല്ലോ അല്ലേ. അങ്ങനെ ഞാൻ കൈയോടെ തന്നെ അതൊന്ന് പൊടിച്ച് വെക്കുന്നുണ്ട്. ഞാനാണെങ്കിൽ ഇതുപോലെ തീർന്നു പോയി എന്ന് കാണുമ്പോഴത്തേക്കും അപ്പം തന്നെ ഈ കുരുമുളക് പൊടിച്ചങ്ങോട്ട് വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ വേറൊരു ദിവസം പ്രത്യേകിച്ചെടുത്ത് ചെയ്യാനായിട്ട് നിൽക്കാറില്ല. പിന്നെ ഇഡ്ഡലി പൗഡറും ഗരം മസാലയൊക്കെ ആണെന്നുണ്ടെങ്കിൽ സാവധാനം അതിന് ഒരു ദിവസം കണ്ടെത്തിയിട്ട് അങ്ങനെ പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ പെപ്പർ പൗഡർ എപ്പോഴാണോ തീരുന്നത് അപ്പോൾ തന്നെ ഞാൻ അങ്ങോട്ട് എടുത്തിട്ട് മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കും കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഈ പെപ്പർ പുറത്ത് വെച്ചിട്ട് വെയിലത്ത് വെച്ചേക്കാറുണ്ട്. കാരണം പെട്ടെന്ന് വണ്ടൊക്കെ കയറി പോകുമെന്നുള്ളൊരു പേടിയുള്ളതുകൊണ്ടാണ് കേട്ടോ. പക്ഷെ എനിക്കിതുവരേക്കും എൻ്റെ പെപ്പറിൽ അങ്ങനെ വണ്ടൊന്നും കയറിയിട്ടില്ല. നമ്മുടെ നാട്ടിൽ നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടായിട്ടുള്ള കുരുമുളകാണ്. നല്ല എരിവാണ്, കുറച്ച് ചേർത്താൽ മതി, നല്ല എരിവാണ് കേട്ടോ. അപ്പോൾ അമ്മ എനിക്ക് വേണ്ടിയിട്ട് ഇതിങ്ങനെ പറിച്ച് വീട്ടിൽ തന്നെ ഉണക്കി വെച്ചേക്കാറുണ്ട്. ഒന്നുകിൽ അമ്മയ്ക്ക് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും കൊണ്ടുവരും, ഇല്ലെങ്കിൽ ഞങ്ങൾ പോകുമ്പോൾ കൊണ്ടുവരും കേട്ടോ. എപ്പോഴും നാട്ടിൽ പോകുമ്പോഴത്തേക്കും മറക്കാതെ കൊണ്ടുവരുന്നൊരു ഐറ്റം ആണ് ഈ കുരുമുളക്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടു. പിന്നെ ഹസ്ബൻഡിന് കൊണ്ടുപോകാനുള്ള ഡിന്നറൊക്കെ പാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് വൈകുന്നേരം നമുക്ക് കുടിക്കാനായിട്ട് പതിവ് പോലെ തന്നെ കുക്കുംബർ ജ്യൂസ് അടിക്കണം. പിന്നെ ഹസ്ബൻഡിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാനൊരു കുക്കുംബറിൻ്റെ ഹാഫ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ചപ്പാത്തിയുടെ കൂടെ എന്തെങ്കിലും ഫ്രൂട്ട്സോ വെജിറ്റബിൾസ് എന്തെങ്കിലുമൊക്കെ ഹസ്ബൻഡിന് കൊടുത്ത് വിടാറുണ്ട്. ചപ്പാത്തി മാത്രമായിട്ട് എങ്ങനെയാണ് കഴിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു ഹെൽത്തി ആയിട്ട് ഒരു സംഭവം കൂടി കൊടുക്കാൻ, ചിലപ്പോൾ പോമോഗ്രനേറ്റ് ആയിരിക്കും, മാതളമല്ലേ അതായിരിക്കും, ചിലപ്പോൾ വാട്ടർമെലൺ കൊടുത്ത് വിടും. പിന്നെ മിക്കവാറും ഈ കുക്കുംബർ കൊടുത്ത് വിടാറുണ്ട്. അപ്പോൾ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കുമ്പോഴത്തേക്കും നല്ലതല്ലേ. പിന്നെ 3 ചപ്പാത്തിയെ കൊണ്ടുപോകുള്ളൂ. പുള്ളിക്ക് ഒരുപാട് അങ്ങനെ ഭക്ഷണം കഴിക്കുന്നതൊന്നും ഇഷ്ടമല്ല കേട്ടോ. വളരെ കുറച്ച് ഭക്ഷണം കഴിക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ചപ്പാത്തി 3 എണ്ണം മതി എന്ന് പറയും. ഹസ്ബൻഡിൻ്റെ ഈ ഒരു ലഞ്ച് ബോക്സ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ, വളരെ കുറച്ച് ഭക്ഷണമാണ് കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ 3 ചപ്പാത്തിയും കറിയും പിന്നെ ഇതുപോലെ എന്തെങ്കിലും ഒരു ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ എന്തെങ്കിലും. ഹസ്ബൻഡിന് പോകാനായിട്ട് ടൈം ആയിട്ടില്ല. അപ്പോൾ ഞാൻ ഒരു അരമണിക്കൂർ മുന്നേ തന്നെ എല്ലാം ഒന്ന് പാക്ക് ചെയ്ത് വെക്കും കേട്ടോ. പിന്നീട് എനിക്കൊന്ന് ഫ്രീ ആയിട്ട് ഇരിക്കണം. കിച്ചണിൽ നിന്ന് എങ്ങോട്ടെങ്കിലും ഇറങ്ങി ഓടാനായിട്ട് തോന്നും കേട്ടോ കുറേ നേരം നിൽക്കുമ്പോഴത്തേക്കും. കാരണം നമുക്ക് ഈ ഒരു ചൂട് സഹിക്കാനായിട്ട് പറ്റുന്നില്ല, ഭയങ്കര ചൂടാണ്.
പിന്നെ ഹസ്ബൻഡിൻ്റെ വാട്ടർ ബോട്ടിൽ ഇതുപോലെ ഞാൻ ഡെയിലി കഴുകാറുണ്ട്. കുറച്ച് ചൂട് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് കല്ലുപ്പ് ഇട്ട് കൊടുക്കും. സാധാരണ എപ്പോഴും ലെമണാണ് ഇടുന്നത്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ലെമൺ ഇല്ലാത്തതുകൊണ്ട് ഞാനാണെങ്കിൽ ഒരു നെല്ലിക്കയുടെ പീസ് കട്ട് ചെയ്ത് ഇട്ട് നോക്കിയായിരുന്നു കേട്ടോ. അപ്പോൾ ഈ വാട്ടർ ബോട്ടിലിനകത്താണെന്നുണ്ടെങ്കിൽ ചെറിയൊരു സ്മെല്ല് വരത്തില്ല. അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ട് ആണ് ലെമൺ സാധാരണ ഇടുന്നത്. ഞാനൊരു നെല്ലിക്ക ഇട്ടിട്ട് ഇങ്ങനെ ഒന്ന് കുലുക്കി നോക്കിയപ്പോഴത്തേക്കും കൊണ്ട് നല്ല സ്മെല്ലൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഒന്ന് പരീക്ഷിച്ച് നോക്കിക്കോളൂ. ലെമൺ ഇല്ലയെന്നുണ്ടെങ്കിൽ നെല്ലിക്കയുടെ ഒരു പീസ് ഇട്ടിട്ട് കല്ലുപ്പും കൂടി ഇട്ട് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ച് ഒന്ന് നന്നായിട്ടൊന്ന് കുലുക്കി എടുത്തിട്ട് ഒന്ന് കഴുകിയാൽ മതി. അപ്പോഴത്തേക്കും ആ ഒരു ബാഡ് സ്മെല്ലൊക്കെ പോയി കിട്ടും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ കുക്കുംബർ ജ്യൂസൊക്കെ ഒന്ന് അടിക്കുന്നുണ്ട്. പിന്നെ ഹസ്ബൻഡ് വെള്ളം കൊണ്ടുപോകത്തില്ല കേട്ടോ. ബോട്ടിൽ മാത്രം കൊണ്ടുപോയിട്ട് അവിടെ പോയിട്ട് ബോട്ടിൽ വെള്ളം പിടിച്ച് കുടിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഇവിടുന്ന് ലാപ്ടോപ്പ് ബാഗിനകത്ത് ഈ വെള്ളം വെച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്കും നനയോ എന്നൊക്കെയുള്ളൊരു പേടിയുണ്ട്. പിന്നെ ഇത്രയും വെയിറ്റ് ഇവിടെ നിന്ന് കൊണ്ടുപോകേണ്ട കാര്യമില്ലല്ലോ. അവർക്ക് അവിടെ ഓഫീസിൽ ക്യാൻ വാട്ടറും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വെള്ളരിക്ക ജ്യൂസൊക്കെ ഒന്ന് അരച്ചെടുത്തു. അപ്പോൾ എനിക്കും ഹസ്ബൻഡിനും വേണ്ടിയിട്ടാണ് കേട്ടോ ജ്യൂസ്. ആമിക്ക് ഇന്നത് കൊടുക്കുന്നില്ല. അവൾക്ക് വേണ്ടിയിട്ട് വേറൊരു സംഭവം ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് ഞാൻ എൻ്റെ ജ്യൂസൊക്കെ കുടിക്കുന്നുണ്ട്. ആമി അവിടെ കുളിയൊക്കെ കഴിഞ്ഞിട്ടിരുന്ന് ഹോം വർക്ക്സൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഹസ്ബൻഡ് അവളെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഹസ്ബൻഡ് റെഡിയായിട്ട് ഇരിപ്പുണ്ട് ഓഫീസിൽ പോകാനായിട്ട്. പുള്ളി പോയിട്ടില്ല, കുറച്ചും കൂടി കഴിയുമ്പോഴത്തേക്കും പോകും കേട്ടോ. അപ്പോൾ ആമിക്ക് ഞാൻ അവളോട് ചോദിച്ചപ്പോഴത്തേക്ക് ഇതുപോലെ അവൽ നനച്ച് ഇത് കഴിക്കാനായിട്ട് അവൾക്ക് ഇഷ്ടമുണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാനിത് ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. ഞങ്ങൾക്കൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ അത് ഇങ്ങനെ ചെയ്യാമെന്ന് കരുതി. ഞങ്ങൾ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഞാൻ പറഞ്ഞിരുന്നില്ലേ വീട്ടിലാണ് പൊങ്കാല ഇട്ടതെന്ന്. അപ്പോൾ ആ സമയത്ത് 2 പാക്കറ്റ് അവിൽ മേടിച്ചായിരുന്നേ. അപ്പോൾ അതിലാണെങ്കിൽ ഒരെണ്ണം ഒരു ചെറിയൊരു പാക്കറ്റിലുള്ളത് ഞാനിങ്ങനെ പടുക്ക വയ്ക്കാനായിട്ട് എടുത്തു. പിന്നെ വലിയൊരു പാക്കറ്റ് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാനിതുപോലെ അവിൽ നനച്ച് കൊടുക്കാമെന്ന് കരുതി ആമിക്ക്. പിന്നെ ശർക്കരയും അന്ന് പൊങ്കാല ഇടാൻ വേണ്ടിയിട്ട് മേടിച്ചിട്ടുള്ള പൊടിച്ച ശർക്കര ഇരിപ്പുണ്ടായിരുന്നു. അതും കൂടിയൊക്കെ മിക്സ് ചെയ്ത് പിന്നെ തേങ്ങ ചിരകിയതും ഏലക്ക ചതച്ചതും ഇതൊക്കെ കൂടി ഇട്ടിട്ട് അവിൽ നനച്ച് കൊടുക്കും. നമ്മുടെ നാട്ടിലുള്ള നാടൻ പലഹാരമല്ലേ ഇതൊക്കെ. അമ്മമാരൊക്കെ പണ്ട് നമ്മൾ സ്കൂളൊക്കെ വിട്ട് വരുമ്പോഴത്തേക്കും ഉണ്ടാക്കി തരുന്ന ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു സംഭവമല്ലേ. അപ്പോൾ ഞാൻ ആമിക്ക് ചില ദിവസങ്ങളിൽ സ്കൂളിൽ ഇതുപോലെ സ്നാക്സിന് മോർണിംഗ് സ്നാക്ക് കൊണ്ട് അവർക്ക് ഈവനിങ് സ്നാക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ 2 നേരം സ്നാക്സ് കൊടുത്തു വിടണം. അപ്പോൾ ചില ദിവസങ്ങളിൽ ഞാനിതുപോലെ അവിൽ നനച്ചത് കൊടുത്തു വിടാറുണ്ട്. പിന്നെ ഫ്രൂട്ട്സ് കൊടുത്തു വിടും. ബിസ്ക്കറ്റ് ഉണ്ടെങ്കിൽ അത് കൊടുത്തു വിടും. കൂടുതലും അങ്ങനെ പാക്കറ്റ് ഫുഡ് അങ്ങനെ കൊടുത്തു വിടാറില്ല കേട്ടോ. പിന്നെ ഈ കടല വേവിച്ചതില്ലേ അതൊക്കെ കൊടുത്തു വിടാറുണ്ട്. ആമിയുടെ സ്നാക്സ് ബോക്സൊക്കെ ഞാൻ വീഡിയോ എടുക്കണമെന്നൊക്കെ എന്നും വിചാരിക്കുക, പക്ഷേ നടക്കാറില്ല കേട്ടോ. രാവിലത്തെ തിരക്കിനിടയിൽ പറ്റത്തേയില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഐഡിയ തന്നതാണ് കേട്ടോ. പിന്നെ ആമിക്ക് വേണ്ടിയിട്ട് കട്ടനും കൂടി ഇട്ടിട്ടുണ്ട്. ആമിക്ക് വൈകുന്നേരം ഒരു കട്ടൻ നിർബന്ധമാണ്. പിന്നെ ഞാനും ഹസ്ബൻഡും അങ്ങനെ കട്ടനൊന്നും ഡെയിലി ഒന്നും കുടിക്കാറില്ല കേട്ടോ. വല്ലപ്പോഴും ഒക്കെയാണ് കുടിക്കുന്നത്, നമുക്കങ്ങനെ തോന്നുമ്പോൾ മാത്രം. പക്ഷേ ആമിക്ക് അത് ശീലമായിപ്പോയി. അവളോടത് കുടിക്കരുതെന്ന് പറഞ്ഞാലും കേൾക്കുന്നില്ല കേട്ടോ. പിന്നെ അവൾക്ക് ആഗ്രഹമുള്ളതല്ലേ, അതുകൊണ്ട് ഞാൻ കട്ടൻ ഇട്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഹസ്ബൻഡിനും മോൾക്കും ഒക്കെ അത് കഴിക്കാനായിട്ട് കൊടുത്തിട്ട് ഞാൻ വന്നിട്ട് കുറച്ച് മുട്ടത്തോട് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അതാണെങ്കിൽ ഇതുപോലെ പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറേ ദിവസമായി നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ ഇതിങ്ങനെ കുറേ ആകുമ്പോഴത്തേക്കും പൗഡർ ചെയ്തെടുക്കണമെന്ന്. നമ്മുടെ ചെടികൾക്ക് ഇട്ട് കൊടുക്കാനാണ്. ഞാൻ ഈ മിക്സിയുടെ വലിയ ജാറിലിട്ടിട്ടാണ് അരച്ചെടുക്കുന്നത്. ഫൈൻ പൗഡർ ആക്കുന്നില്ല, ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലിങ്ങനെ പൊടിച്ചെടുക്കുമ്പോഴത്തേക്കും ഇതുപോലെ പുക ഇങ്ങനെ വരും കേട്ടോ. കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്തിട്ടാണ് ഇത് ഓപ്പൺ ചെയ്യേണ്ടതില്ലെങ്കിൽ മൂക്കിൽ അങ്ങോട്ട് അടിച്ച് കയറിയിട്ട് പുകയുടെ ആ ഒരു സ്മെല്ല് നമുക്ക് പറ്റത്തില്ല കേട്ടോ. അപ്പോൾ ഞാൻ ജനലൊക്കെ തുറന്നിട്ടിട്ടൊക്കെയാണ് ഇത് അടിച്ചെടുക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ തന്നെ ഹസ്ബൻഡ് ഓഫീസിൽ പോയായിരുന്നു കേട്ടോ. പിന്നെ ആമി അവിടെ ഇരിപ്പുണ്ട്. ഞാൻ ഇന്നിപ്പോൾ ഈ മുട്ടത്തോട് ഇടുന്നില്ല ചെടികൾക്ക്, ജസ്റ്റ് ഒന്ന് അടിച്ച് ഈ ഒരു ബോക്സിനകത്ത് വെച്ചേക്കുന്നതേ ഉള്ളൂ. എപ്പോഴെങ്കിലും കുറച്ചും കൂടിയൊക്കെ നമ്മുടെ ചെടികളൊന്ന് വളരാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ മുട്ടത്തോട് തീരുന്നതിനനുസരിച്ച് ആ ചെറിയൊരു പ്ലേറ്റ് ഉണ്ടല്ലോ, ആ ഒരു പ്ലാസ്റ്റിക് ഇതിനകത്ത് മുറത്തിനകത്ത് ഇട്ട് വെച്ചേക്കും. വെയിലത്ത് കൊണ്ടുപോയി ഉണക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. കുറേ അധികം ആകുമ്പോഴത്തേക്ക് നമുക്ക് അടിച്ചെടുക്കാമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ കൈയോടെ തന്നെ പാത്രങ്ങളൊക്കെ കഴുകിയിട്ടു, കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ചിട്ട് എല്ലാം നീറ്റാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് നേരം ആമിയുടെ അടുത്ത് പോയിരുന്ന് കാര്യമൊക്കെ പറഞ്ഞിരുന്നതിന് ശേഷം പിന്നെ ഞാൻ കുറച്ച് ദിവസമായിട്ട് വിചാരിക്കുന്ന കാര്യമാണ്, ഇത്
ഇതുപോലൊരു ബോട്ടിൽ കിട്ടിയിരുന്നെങ്കിൽ നമ്മുടെ മുറ്റത്തുള്ള, അതായത് നമ്മുടെ ബാൽക്കണിയിലുള്ള ചെടികളില്ലേ, അതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി ഒരു സ്പ്രേ ബോട്ടിൽ തയ്യാറാക്കണമെന്ന്. നമുക്ക് പുറത്തുനിന്ന് മേടിക്കാനൊക്കെ കിട്ടും കേട്ടോ. പക്ഷേ എനിക്ക് ഇങ്ങനെ ഈ ഹോൾസ് ഇട്ടിട്ട് ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതാണ് കേട്ടോ കുറച്ചും കൂടി കംഫർട്ടായിട്ട് തോന്നിയിട്ടുള്ളത്. നമുക്ക് വലിയ ചിലവില്ലല്ലോ. വീട്ടിൽ നമ്മൾ മിനറൽ വാട്ടറോ പെപ്സിയൊക്കെ മേടിക്കുകയാണെങ്കിൽ അതിൻ്റെ ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് 3-4 ഹോൾ ഇട്ട് കൊടുത്തിട്ട് വെള്ളം ഒഴിച്ചെടുത്താൽ മതി. അപ്പോൾ ആമിക്കും ഇത് കൊടുക്കാമല്ലോ, ആമിയെ കൊണ്ടും ഇതൊക്കെ ചെയ്യിപ്പിക്കാം, അവൾക്കും ബോറടിക്കത്തില്ലല്ലേ, അതുകൊണ്ടാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ വന്നിട്ട് അവലൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പോൾ ആമി എന്നോട് വന്ന് എന്തൊക്കെയോ വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് അവളെ ഹോംവർക്ക് എഴുതാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി എഴുതാനുണ്ടായിരുന്നു. അതൊക്കെ അവൾ ഇരുന്ന് എഴുതുന്നുണ്ട്. ഞാനും തൊട്ടടുത്ത് ഇരിപ്പുണ്ട്. ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനും തൊട്ടടുത്തിരുന്ന് അവളെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരമൊക്കെ കഴിഞ്ഞതിന് ശേഷം അവളുടെ ഹോംവർക്ക്സ് ഒക്കെ എഴുതി കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ടെറസിൻ്റെ മേലേക്ക് പോവുള്ളൂ. അപ്പോൾ അതിന് മുന്നേ തന്നെ ബാൽക്കണിയിലെ ചെടികളൊന്ന് നനച്ചു കൊടുക്കണം. ഇപ്പോൾ ഏകദേശം ഒരു 5:30 ആയിട്ടുള്ള കേട്ടോ. 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ടെറസിൻ്റെ മേലെ പോയിട്ട് 5:45 താഴെ വന്ന് പിന്നെ വിളക്ക് വെക്കണം. അപ്പോൾ ഇങ്ങനെയാണ് ഞങ്ങളുടെ ഒരു ഈവനിങ് റുട്ടീൻ പോകുന്നത്. എന്തായാലും മസ്റ്റായിട്ട് മാമി സ്കൂൾ വിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് അവളെ ഫ്രഷപ്പ് ചെയ്യാൻ പറയും. അത് കഴിഞ്ഞിട്ട് അവൾക്ക് എന്തെങ്കിലും സ്നാക്സോ മറ്റോ കൊടുത്തതിന് ശേഷം അവളുടെ ഹോംവർക്ക് എഴുതി കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഞാൻ മേലെ പോവുള്ളൂ കേട്ടോ. നമുക്കങ്ങനെ വീക്കെൻഡിൽ മാത്രമാണ് പുറത്ത് പോകാനായിട്ട് പറ്റുള്ളൂ. നമ്മളിങ്ങനെ വീട്ടിൽ തന്നെ ഇരിക്കുമല്ലേ. അപ്പോൾ നമുക്ക് ആകപ്പാടെ ഉള്ളൊരു സന്തോഷം എന്ന് പറയുന്നത് ടെറസിൻ്റെ മേലെ ചെടികളെ കാണാൻ വരുന്നതാണ്. പിന്നെ ഇപ്പോൾ ഹസ്ബൻഡും കൂടി വീട്ടിലില്ലാത്ത കാരണം കൊണ്ട് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ. ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യും പുള്ളി ഓഫീസിൽ പോകുമ്പോഴേക്കും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരം ഇവിടെ വന്നിരുന്ന് കളിക്കുകയും അവളോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യുകയൊക്കെ ചെയ്യും. പിന്നെ ഞാൻ ഈ മണ്ണ് കുറേ നാളായിട്ട് ഇവിടെ ഇങ്ങനെ കൂട്ടിയിട്ടേക്കുമല്ലേ. അപ്പോൾ ഞാൻ ഇന്ന് എന്തായാലും ഈ ചെടികളുടെ പോട്ടെല്ലാം എടുത്ത് നിരത്തി വെച്ചിട്ട് മണ്ണ് മാത്രം നിറച്ച് വെച്ചു. ചെടികളൊന്നും ഇപ്പോൾ വയ്ക്കുന്നില്ല കേട്ടോ, അത് വേറൊരു ദിവസം ചെയ്യാമെന്ന് കരുതി. അങ്ങനെ എല്ലാ പോട്ടിലും മണ്ണൊക്കെ നിറച്ചിട്ട് ചെടികൾക്ക് വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് നേരം ഞാനും ആമി ഇവിടെ ഇരുന്ന് കളിക്കുകയൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ താഴേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി മൺഡേ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.